എന്ത് കോലാ ചേട്ടാ ഇത്? ചേട്ടനെ ആരെങ്കിലും പിടിച്ച് തല്ലിയോ? ഇനി അതോടെ ബാക്കിയുള്ളൂ. ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ നട്ടഭ്രാന്താണെന്നാ തോന്നുന്നത്. വെറുതെ ട്രെയിനിൽ കയറാനും ഇറങ്ങാനും ആളുകൾ ഉണ്ടാക്കുന്ന തള്ളു കണ്ടാലേ ഇന്നൂടെ ലോകമുള്ളൂ എന്ന് തോന്നും. ഈ അഡ്രസ്സും കൊണ്ട് അന്വേഷിച്ച് ഞാൻ രാത്രി മുഴുവൻ കറങ്ങി നടന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വീട് മാറി. ഇത് തൽക്കാലം 2-3 മാസത്തേക്കാ. അത് കഴിഞ്ഞാൽ ക്വാർട്ടേഴ്സിലേക്ക് മാറും. രവിയേട്ടൻ ഓഫീസിൽ പോയ? ഇല്ല, ഉള്ളിലുണ്ട്. റെഡിയാവുക. എന്റെ എഴുത്ത് കിട്ടിയില്ലേ? ഉവ്, എഴുത്തൊക്കെ കിട്ടി. പക്ഷേ മൂപ്പർക്ക് അനക്കൊന്നുമില്ല. ഇനി ബാക്കി ഞാൻ പറയാം. നീ ഇങ്ങോട്ട് വന്ന അതേ തീവണ്ടി 2:30 നാട്ടിലേക്ക് മടങ്ങിപ്പോ. പെട്ടെന്ന് ചെന്നാൽ ടിക്കറ്റ് കിട്ടാൻ വലിയ തിരക്കുണ്ടാവില്ല കുഞ്ഞളിയാ. ഇത്രയും ദൂരം സഞ്ചരിച്ചു വന്നിട്ട് അപ്പോട്ടിനൊന്ന് ക്ഷീണം മാറ്റി നാളെ പൊയ്ക്കോട്ടെ രവേട്ട. ആണോ? എന്നാ നീ ചെന്ന് കുറച്ച് എണ്ണയും കുഴമ്പും ഒക്കെ എടുത്തു വെച്ച് കൊടുക്ക് പൊന്നാങ്ങളേക്ക്. മൂപ്പര് ഉണ്ട് കുളിച്ച് സുഖമായിട്ട് കുറച്ച് ദിവസം ഇവിടെ താമസിക്കട്ടെ. എണ്ണയും കുഴമ്പൊക്കെ തേച്ച് അളിയാൻ കുളിച്ചാൽ മതി. നീ ഇതൊന്ന് ഒപ്പിട്ട് തന്നാ മതി, ഞാൻ പൊക്കളാം. കൊടു, എന്നെ നോക്കണ്ട, നന്നായിട്ടൊരു ഒപ്പിട്ട് കൊടു. അളിയൻ കൊണ്ടുപോയി വിക്കട്ടെ സുഖമായിട്ട് തറവാട്. രവിയേട്ടാ, ഞാൻ വിശദമായിട്ട് രവിയേട്ടൻ എല്ലാം എഴുതിയിരുന്നു. അങ്ങേരോട് ബാങ്കിൽ നിന്ന് 4 ലക്ഷം മോഷ്ടിക്കാൻ ഞങ്ങൾ ആരും പറഞ്ഞില്ല. രവിയേട്ടാ, ദൈവദോഷം പറയരുത്. ബാങ്കിൽ അച്ഛന്റെ കൗണ്ടറിൽ നിന്ന് ആരോ കണക്ക് തെറ്റിച്ചെഴുതി 4 ലക്ഷം കാണാതാക്കി. അച്ഛൻ മോഷ്ടിച്ചെങ്കിൽ ആ പണം എവിടെ? ആ പണം ഉണ്ടായിരുന്ന അച്ഛൻ സ്വന്തം വീട് വിൽക്കാൻ തയ്യാറാവോ? അതൊക്കെ തന്നെ അച്ഛന്റെ അടവാ. പണം മോഷ്ടിച്ചിട്ടില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള അടവ്. രവിയേട്ട ഇത്ര ദുഷ്ടനാണോ? ഞാൻ ദുഷ്ടനായതുകൊണ്ടാണ് നിന്റെ പെങ്ങളെ ഞാൻ ഇപ്പോഴും പോറ്റുന്നത്. പാടം തരാം, പറമ്പ് തരാം, പൊന്ന് തരാം എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട്. അതൊന്നും ചുമ്മാ പറഞ്ഞതായിരുന്നില്ല. ഇങ്ങനെ ഒരു കേസ് ഇടുത്തി പോലെ തലേ വന്ന് വീഴുന്ന ആരെങ്കിലും വിചാരിച്ചോ? നീ കൂടുതൽ സംസാരിക്കണ്ട. വീട് തൽക്കാലം അങ്ങനെ വിൽക്കണ്ട. ഇവിടെ ഒപ്പിടുന്ന പ്രശ്നവുമില്ല. പണം കൊടുത്തില്ലെങ്കിൽ അച്ഛന് ജയിലിൽ കിടക്കേണ്ടി വരും. കിടക്കട്ടെ. ജയിലിൽ ഇപ്പം നല്ല ഭക്ഷണം കൊടുക്കുന്നത്. ഫാൻ, TV, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ അല്ലാതെ എന്ത് പറഞ്ഞാലും ഇത് ഒപ്പിട്ട് വാങ്ങിക്കാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. നാട്ടിൽ നിന്ന് വന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന എത്രയോ പേര് ഈ സിറ്റിയിലുണ്ട്. വേണമെങ്കിൽ നിനക്ക് തണ്ടാൻ അടുക്കളയിൽ നിന്ന് ഒരു ചട്ടിയോ ചിരട്ടയോ ഞാൻ എടുത്തു തരാം. അങ്ങനെയാണ് വിധിയെങ്കിൽ ചട്ടി ചട്ടൊക്കെ എനിക്ക് വെളിയിലും കിട്ടും. എന്നാ ചെല്ല്, നേരം കളയാതെ ചെന്ന് തെണ്ട്. രവേട്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. ആജ്ഞയാണോ? എണ്ണം ഉണ്ടെങ്കിൽ നീയും കൂടി ഇറങ്ങി ചെല്ലടി. വേണ്ട മിനി, നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. തെണ്ടിയിട്ടായാലും മോഷ്ടിച്ചിട്ടായാലും അച്ഛനെ രക്ഷിക്കാനുള്ള വഴി കാണാതെ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോവില്ല. പക്ഷെ ഒന്ന് ഞാൻ തീർത്ത് പറഞ്ഞേക്കാം, ഇനി തന്റെ അവതാരത്തിന് വേണ്ടി ഞാൻ ഈ പടി ചവിട്ടില്ല. നീ പോയി കാപ്പി എടുക്കടി. അവൻ നൂറുദ്ദീൻ, നൂറ് എന്ന് ചെറുതാക്കി വിളിക്കും. എൻ്റെ ബാല്യകാല സുഹൃത്ത്. അവൻ ഈ നഗരത്തിലാണ്. ഇവിടെ മാമ ബീരാനിക്കയുടെ കൂടെയാണ് നൂറിന്റെ താമസം. മാമയുടെ കച്ചവടത്തിന് സഹായിക്കലാണ് പണി. എന്താ മാമ? 78 43 കൂട്ടിയാൽ എത്രണ്ട? 8ഉം 3ഉം 11. പിന്നെ 7ഉം 4ഉം 11, 121 അല്ലേ? ഇതെത്ര? അത് 111. ഇങ്ങനെയാണ് കണക്ക് ചെയ്താൽ 10 രൂപയ്ക്ക് എന്റെ ബാപ്പ ഉണ്ടായി തരുമോ? ഇയാളെ മുടിപ്പിക്കാനായിട്ട് കുടിക്കാനല്ലേ? ഈ എന്താണ്ട് കുന്തം മുണിക്കമായിരിക്കണേ? അന്റെ മൂന്ന കാണാനല്ലേ എരപ്പ ഈ ആൾക്കാർ വന്നിക്കണേ. പോയി പണി കള്ള ലക്ഷണം കേട്ടോ. എടാ ദൂരെ എന്റെ എനിക്കറിയാം നീ സ്റ്റേഷനിൽ വന്ന കാണും തിരക്കിനിടപെട്ട് വട്ടം കറങ്ങിണ്ടാവുന്ന. ഞാനും നിന്റെ പരിധി എവിടെ കാണാൻ? നിന്റെ ഈ മുടിഞ്ഞ കട കണ്ടുപിടിക്കാൻ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. നീ നിങ്ങൾക്ക് കുടിക്കാൻ എന്ത് ജ്യൂസാ വേണ്ടിയത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുകുടി? ഇനി എനിക്ക് എന്തിനാടാ ജ്യൂസ്? നിന്നെ കണ്ടപ്പോ തന്നെ എല്ലാ ജ്യൂസും ഒരുമിച്ച് കുടിച്ച പോലെ ആയില്ലേ? എവിടെ നിന്റെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത മാമ? നിന്റെ കട കൊള്ളാമല്ലോ. നിന്റെ മാമ തട്ടിപ്പോയാല് പിന്നെ ഈ കട നിനക്കായിരിക്കും അല്ലേ? ധാരണ്ട് ഞമ്മക്ക് അറിഞ്ഞൂടാ. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? എടാ, ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് ഒരു പാത്രത്തിലുണ്ട് ഒരു സിനിമ 3-4 പ്രാവശ്യം ഒരുമിച്ച് കണ്ടേടാ. നൂറേ, നിനക്ക് എന്നെ മനസ്സിലായില്ലടാ. കാള് തെറ്റി. പടച്ചോടാണ് മാമ, ഞമ്മക്ക് ചെയ്താൻ അറിഞ്ഞൂടാ. അറിഞ്ഞുകൂടാത്തവനാണെങ്കിൽ എങ്ങനെയാണ് അർത്ഥമായി കിപ്പാക്കാത്ത എന്റെ മാമ? നാട്ടുകാർ പറഞ്ഞു കൊടുത്തായിരിക്കും. അതെ, ഒന്ന് വന്നാട്ടെ. വരുന്നു. അതെ, ഈ ചെക്കന്റെ പേര് 100 എന്നാണ് ആൾക്കാരെ പറഞ്ഞത്. അതാരെങ്കിലും പറഞ്ഞു തരണോ? ഇമാതിരി മുമ്പിലായക്കാരെ ഞാൻ ദിവസേന കാണുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നിന്റെ പേര് എനിക്ക് ആരും പറഞ്ഞു തന്നില്ലേ? നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കാര്യം? കാര്യം തന്നെ എനിക്ക് പറയുമ്പോ കേക്കാം. നീ ഇപ്പൊ പറഞ്ഞില്ലേ അർത്ഥമായിക്ക് ഇപ്പൊരു മാമനെ പറ്റി? ആ മാമാണ് ഈ മാമ. അയ്യോ മാമ, സോറി മാമ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാ. നമുക്ക് ഈ എന്താ നമ്മളെ മാമാന്ന് വിളിക്കണേ? എന്റെ ഉമ്മ എന്താ നമ്മളെ പെങ്ങളച്ചാ? ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹമാറുകൾ വലിഞ്ഞു കയറും കേരളക്കാരെ പറയിപ്പിക്കാൻ. മേലാലിന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ
അന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽ ഷേപ്പ് ആക്കും. ആ പോ പോ പോടാ. ഇവിടെ, ഇങ്ങോട്ട് 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 പോ കളവേ. അപ്പൂട്ട അപ്പൂട്ട കുടിക്ക്. ഈ കടപ്പുറം നിന്റെ തറവാട്ട് വകയൊന്നുമല്ല. നിനക്ക് എന്നെ അറിയില്ലല്ലേടാ പൊന്നി. എടാ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ നിനക്ക് എത്ര ഐസിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? എടാ എല്ലാ കണക്ക് പരീക്ഷയ്ക്ക് നീ എന്റെ പേപ്പർ കോപ്പി അടിച്ചല്ലേടാ ജയിച്ചത്. എടാ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹൈമാവതിയുടെ ചോറ് കട്ട് നിന്നതിനെ നിന്നെ സ്കൂളിൽ സസ്പെൻഡ് ചെയ്തപ്പോൾ ഞാനല്ലേടാ കുറ്റം ഏറ്റെടുത്ത് നിന്നെ രക്ഷിച്ചത്. പറയടാ കഴിഞ്ഞ എന്ത് കഴിഞ്ഞാന്ന്? പറഞ്ഞു കഴിഞ്ഞോന്ന്. കഴിഞ്ഞെങ്കിൽ ഞമ്മക്കും ചിലത് പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട. എന്നാ ചെവി പൊത്തിക്കള. പലിശക്ക് പണം കൊടുക്കുന്ന മാമാന്റെ ആട്ടും തുപ്പും സഹിച്ചിട്ട് നമ്മളിവിടെ കയ്യ. എന്തിന്? മൈമുനേനെ മറ്റാരും തട്ടിക്കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി. ശമ്പളമില്ല, നല്ലൊരു ഷഡ്ഡി വാങ്ങാനുള്ള പൈസ പോലും അയാൾ തരില്ല. സഹിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം നാട്ടിൽ നിന്നൊരു പകയം വന്ന് ചാടി. നമ്മളെ കോയിക്കലെ മൊയ്തൂക്കാന്റെ മോൻ ഖാലിദ് നമ്മളെ കൊണ്ടാവും പോലെ അവനെ നമ്മൾ സൽക്കരിച്ച് ഒടുക്കം മാമാന്റെ കയ്യിൽ നിന്ന് 500 റുപ്യ വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞു. അതിനുശേഷം നമ്മളെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് ആര് വന്നാലും മാമാന്റെ അടി ഞമ്മക്ക. ആ ഒറ്റ കാരണം കൊണ്ടാണ് അപ്പൊ കുട്ട അറിയാത്ത പോലെ നമ്മൾ ആക്ട് ചെയ്തത്. എന്നാലും ഒരെന്നാലുമില്ല. എന്റെ ഈ വിഷമം മാറണമെങ്കിൽ നീ എനിക്ക് ചില സഹായങ്ങൾ ചെയ്തു തരണം. പടച്ചോനെ, എന്ത് സഹായം? അച്ഛന്റെ കേസിന്റെ കാര്യം ഞാൻ എഴുതിയിരുന്നല്ലോ. ആ, പെൻഷൻ വരെ അവർ പിടിച്ചു വെച്ചു. ഇളയ പെങ്ങളാണെങ്കിൽ മെഡിസിൻ 3ാം വർഷമാണ്. കേസും ഫീസും ചെലവും നടത്തി ഒരു വഴിയാധാരത്തിന്റെ വക്കിലാണ് ഞാൻ. വീട് വിൽക്കാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ അളിയെ സമ്മതിക്കുന്നില്ല. നാട്ടിൽ ചെന്ന കടക്കാരെല്ലാം കൂടെ എന്നെ എടുത്തിട്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് നിനക്ക് ഊഹിച്ചൂടെ? ഊഹിക്കാം. ആദ്യം കിടക്കാനൊരു സ്ഥലം, അതെ, പിന്നെ ഒരു പണി. അതെ, രണ്ടും നടക്കൂല. നൂറേ. മോനെ അപ്പക്കുട്ട, നമ്മള് തലയായിക്ക് നേടിയാന്ന് അറിയാം നിനക്ക്? ഇത് അങ്ങോട്ട് നോക്ക്. ആ ജ്യൂസ് കടയുടെ പിന്നിലൊരു മറയുണ്ട്. അവിടെയുള്ളൊരു ബെഞ്ചിലാണ്. നല്ല വീതിയുള്ള ബെഞ്ചാണോ? ബെഞ്ചിന് വീതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പകൽ നേരത്ത് മാമ വരുമ്പോ എന്നെ അവിടെ കാണില്ല. അങ്ങനെ കിടക്കാനൊരിടം കിട്ടി. എവിടെ പോയി എന്ത് ജോലി തരണമെന്നറിയാതെ നടന്നപ്പോഴാണ് കയ്യിൽ വന്നു വീണ ഒരു പത്രത്തുണ്ടിൽ ഒരു പുതിയ പെയിന്റ് കമ്പനിയിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ വേണമെന്നറിഞ്ഞത്. 3000 രൂപ ശമ്പളം, ടൈ കെട്ടണം, ബെൽറ്റും ഷൂവും വേണം, എല്ലാം ഓക്കെ. പക്ഷെ ജോലി വേണമെങ്കിൽ സ്വന്തമായി ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാവണം. ഒന്ന് തൽക്കാലം വാടകയ്ക്കെടുത്ത് ജോലി സംഘടിപ്പിച്ചു. പക്ഷേ അതുകൊണ്ടായില്ല. നൂറിനോട് കാര്യം അവതരിപ്പിച്ചു. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്. ബാപ്പ എങ്ങാനും അറിഞ്ഞാ അറിയാലോ. അറിയാ എന്റെ കരളെ. പകയാ ചതിക്കല്ലേ. സ്നേഹമുള്ളവളാ മൈമുന. എടാ നൂറെ, 5000 രൂപ കൊടുത്താൽ മാർവാടി ബൈക്ക് വരും. 2000 എന്റെ കയ്യിലുണ്ട്. ഇത് വെച്ച് 3000. ബൈക്കും ജോലിയും കയ്യിൽ. 600 രൂപ അടവുള്ളൂ. എല്ലാം ശരിയാവും. നീ വാ. ഇടക്കാല ആശ്വാസം പോലെ ഒരു മുറിയും പണിയുമായി. ജീവിതം കൂടുതൽ വഷളാവുകയാണ്. ആഹാരവും വാടകയും പെട്രോളും കഴിയുമ്പോൾ ശമ്പളം തീരുന്നു. 3 മാസമായി ബൈക്കിന്റെ കുടിശ്ശിക അടച്ചിട്ടില്ല. ബൈക്ക് വാങ്ങാൻ കാശ് എന്ന മാർവാടിയുടെ ഗുണ്ടകൾ അത് പിടിച്ചു വാങ്ങാൻ തപ്പി നടപ്പ് തുടങ്ങി. അതിലും കഷ്ടമാണ് നൂറിന്റെ മുഖത്ത് നോക്കാൻ. മൈമുനയുടെ 3000ന്റെ പലിശ കയറി വരുന്നു. പെയിന്റ് വിറ്റ് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല. നാട്ടിലെ കാര്യം അതിലും കഷ്ടമാണ്. അങ്ങനെ ഇരിക്കെയാണ് കമ്പനിയുടെ സൂപ്പർവൈസർ ബാലൻ ഒരു പെയിന്റ് കട തുടങ്ങുന്ന കാര്യം പറഞ്ഞത്. എംപ്ലോയീസിന് കമ്പനി 90 ദിവസത്തെ സ്റ്റോക്ക് കടം തരും. കച്ചവടം കഴിഞ്ഞ് കാശ് കൊടുത്താൽ മതി. കട തുടങ്ങാനുള്ള കാശ് ബാങ്കിൽ നിന്ന് ലോൺ തരും. ചെറിയ തോതിൽ തുടങ്ങിയതാ ഞാൻ. ഇപ്പൊ എല്ലാ ചെലവും പോയിട്ട് മാസം 20,000 രൂപ എന്റെ പാക്കറ്റിൽ കിടക്കും. ഞാൻ ബാങ്കിൽ പോയി അപേക്ഷിച്ചു. 2 വർഷത്തേക്കെങ്കിലും സ്വന്തമായോ വാടകയ്ക്കോ ഒരു കട കയ്യിലുള്ളതായി കാണിച്ചാൽ ലോൺ തരാം എന്ന് സർദാർജി മാനേജർ പറഞ്ഞു.
കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാസം 2 മാമ അറിഞ്ഞാൽ എന്റെ മയ്യത്തും ഓളെ നിക്കാഹ് ഒരുമിച്ച് നടക്കും. എടാ അതിപ്പോ ഞാൻ പണം കൊടുത്താലും നിന്റെ മയ്യത്തും അവളുടെ നിക്കാഹും ഒരു ദിവസം തന്നെ നടക്കും. നീ അയാളെ താങ്ങി നടക്കുന്നിടത്തോളം കാലം ഈ നിക്കാഹ് നടക്കില്ല. ഓളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും. ബേജാറാക്കുന്ന വർത്താനം പറയല്ലേ അപ്പക്കുട്ട. നീ ഒരു കാര്യം ചെയ്യും, നീ ആ കട തൂത്തുവായിരുന്ന പണി നിർത്തിയിട്ട് സ്വന്തമായിട്ടൊരു കച്ചവടം തുടങ്ങാൻ നോക്ക്. അതിന് പണം വേണ്ടേ? ഉണ്ടാക്കണം. അതെങ്ങനെ? നീ എന്റെ കൂടെ നിൽക്കേ. ഞാനൊരു പെയിന്റ് കട തുടങ്ങാൻ പോവാണ്. ഒരു 4 ലക്ഷം രൂപയാവും. പണം കായ്ക്കുന്ന മരം എന്തെങ്കിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 4 ലക്ഷം പോലും. എടാ ബാങ്ക് തരും. മാനേജറെ പോയി കണ്ടു. നല്ല അമ്പോറ്റി ഒരു സിംഗ് ലോണിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു. അടുത്ത ആഴ്ച കാശ് കിട്ടും. അപ്പൊ കുട്ടാ നമ്മളെ അങ്ങനെ മണ്ടനാക്കല്ലേ. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ. ബാങ്ക് മാനേജറുടെ വായി തന്നെയൊക്കെ 2 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് കൊടുത്താൽ 10 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വരും. വിറ്റിട്ട് 3 മാസം കൊണ്ട് പൈസ തിരിച്ചു കൊടുത്താൽ മതി. കടയുടെ വാടക 1.25 ലക്ഷം രൂപ. പോയിട്ട് 75,000 25,000 വീട്ടിലേക്ക് അയച്ചു കൊടുത്താലും കുറെ നാളത്തേക്കുള്ള കേസും ഫീസും നടക്കും. ബാക്കി 50,000 15,000 കൊണ്ട് മറ്റേ മോട്ടോർ ബൈക്ക് മാറാടിയുടെ മുഖത്ത് വലിച്ചോണ്ട് കൊടുക്കും. ബാക്കി 30,000 15,000 കൊണ്ട് അന്തസ്സുള്ള വൃത്തിയായിട്ടൊരു സ്ഥലം താമസിക്കാൻ. അപ്പൊ മൈമനയുടെ 3,000 അത് കൊടുക്കും. പോയിട്ട് 22,000. അത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? കൊറേ കുപ്പായം വാങ്ങും, കൊറേ സിനിമകൾ. എടാ മണ്ട മുത്തപ്പ, അത് ഞാൻ നിനക്ക് തരും. ഒരു ജ്യൂസ് കട തുടങ്ങാൻ. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? 2 വർഷത്തെ കടവാടക മുൻകൂർ കൊടുത്താലേ ഈ ഓണർ വാടക ചീട്ട് എഴുതി തരൂ. അത് കാണിച്ചാലേ ലോൺ കിട്ടൂ. തിങ്കളാഴ്ച ലോൺ കിട്ടും. 5 ദിവസത്തേക്ക് ഒരു 1.25 ലക്ഷം രൂപ ലോൺ കിട്ടി. അപ്പൊ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. നിനക്കാരാ എത്ര ഉറുപ്പ്യ കടം തരിക? നീ വിചാരിച്ചാലേ നടക്കും. നീ വിചാരിച്ചാൽ അത് നടക്കും. അതെങ്ങനെ? നിന്റെ മാമ എടുത്ത് ചോദിച്ചാൽ. ആ നടന്നു തന്നെ. ആളും തരവ് മുതൽ നോക്കിയിട്ടാ മാമ കാശ് കൊടുക്കുക. നിനക്കാന്ന് പറഞ്ഞാൽ 10 ന്യായ പൈസ തരില്ല. എന്ത് കണ്ടിട്ടാ? എടേ എനിക്ക് വേണ്ട. എന്റെ അളിയൻ രവീന്ദ്രൻ നായരല്ലേ, അയാൾക്ക് കൊടുത്താൽ മതി. അതെങ്ങനെ? ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. നീ എന്റെ കൂടെ ഒന്ന് നിന്നാ മതി. ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. മൈമുനയുടെ നിക്കാതെ നിന്റെ മയ്യത്ത് ഒരുമിച്ച് അടക്കാതിരിക്കാൻ കൂടി വേണ്ടിട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നത്. ആ